ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കണം. കബാലീനെ കാണാൻ വേണ്ടി ഏഴാറ്റുമുഖം വഴി നേരെ മലക്കപ്പാറ പോകാനാണ് റൂട്ട് തീരുമാനിച്ചേക്കണത്. അപ്പോൾ നമുക്ക് കബാലീനെ കണ്ടിട്ട് വരാം. ഇതിപ്പോൾ ഡെമോ ആനയാണ്, പോണ വഴി കണ്ടതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഏഴാറ്റുമുഖം എത്തി. ഏഴാറ്റുമുഖം എണ്ണപ്പനത്തോട്ടങ്ങളാണ് മൊത്തം. ഇത് കണ്ടോ, നിറച്ച് എണ്ണപ്പനയാണ്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇത് ഈന്തപ്പനയെന്ന് വിചാരിച്ചത്, പിന്നെയാണ് ക്ലിയർ ആയത് എണ്ണപ്പനയെന്ന്. നിറച്ച ആനകളാണ്. ആനകളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഒന്ന് പോയി നോക്കാം നമുക്ക്. പോട്ടെ അങ്ങനെ ഏഴാറ്റുമുഖത്ത് വന്നിട്ട് ആനേനെ കണ്ട്. ഇതേ കണ്ട ആന, 3 ആനകളുണ്ട്. ഒരു വലിയ ആനയും 2 ചെറിയ ആന. ഏഴാറ്റുമുഖത്ത് വന്നിട്ട് ആനേനെ കണ്ട് 3 എണ്ണം ഉണ്ട്. ഒരു വലിയ ആനയും ഒരു കൊമ്പനാനയും പിന്നെ 2 ചെറിയ ആനകളാണെന്ന് തോന്നുന്നു. കണ്ട നല്ല തീറ്റയാണ്. ഞങ്ങളങ്ങനെ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ ഇപ്പുറത്തോട്ട് ചാടി നേരെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ വണ്ടർലായുടെ മുമ്പിൽ കാണുന്ന പാലത്തിൻ്റെ മുമ്പിലാണ് നിറച്ച് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ്. വളരെ മനോഹരമാണ്, നല്ല തണുപ്പുമാണ് ഈ ഏരിയയിൽ. എന്തായാലും നമുക്ക് അങ്ങോട്ട് അതിരമ്പള്ളിയിലോട്ട് പോകാം. അതിരമ്പള്ളി വെള്ളച്ചാട്ടവും നല്ല രീതിയിൽ വെള്ളമുണ്ട്. എന്തായാലും താഴത്തോട്ട് ഇറങ്ങാണ്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അതിരമ്പള്ളിയിൽ നിന്ന് നേരെ ചാർപ്പ പാലത്തിലോട്ടാണ് പോണത്. നമുക്ക് ആ വഴി റൂട്ട് കബാലീനെ കാണാനാണ്, എന്നാലും ഈ പാലം അടിപൊളിയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ചാർപ്പ പാലമാണ്, ചാർപ്പ പാലം. ഇത് പണി തീർന്നു തോന്നണം, പക്ഷെ അടച്ചിട്ടങ്ങനെയാണ്. വേണ്ട, ഇതിൻ്റെ മേളിൽ നിന്ന് വെള്ളം നോക്കാനുള്ള വകുപ്പാണ്, പക്ഷെ വെള്ളം ഇല്ല. വേണ്ട, വെള്ളം ഇല്ല. വെള്ളം നേരെ അവിടെ ചാർപ്പ പാലത്തിൽ നിന്ന് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴച്ചാൽ വെള്ളച്ചാട്ടമാണ്. അതിരമ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ വെള്ളച്ചാട്ടം വരെ 5 കിലോമീറ്ററാണ് യാത്ര. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വരാം. ഇത് നമ്മുടെ വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ ചെക്ക് പോസ്റ്റാണ്. വാഴച്ചാൽ ഇതാണ് വെള്ളച്ചാട്ടം ഉള്ളത്. പിന്നെ ഇവിടുന്ന് മലക്കപ്പാറ പോകണമെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വേണം അപ്പുറത്തോട്ട് കിടക്കാൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വാഴച്ചാൽ വാട്ടർഫോൾസ് ഒന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പോൾ കണ്ടിട്ട് വരാം. വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഒരാൾക്ക് 60 രൂപയാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ടിക്കറ്റ് എടുത്ത് വേണം. വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ ഉൾവശമാണ്. സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയ കടയുണ്ട്. വാട്ടർഫോൾസിലോട്ടുള്ള വഴിയാണ്. ഇത് ലൈബ്രറിയാണ്. അല്ല അക്ഷയ ഗ്രാമം, അതല്ല. വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ഇരുന്ന് കാണാം. നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ.
ഞങ്ങളങ്ങനെ ചെക്ക് പോസ്റ്റും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലോട്ട് പോകണേ. വാൽപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് നേരെ മലക്കപ്പാറയിലോട്ട് പോകാൻ പോകണം. ഫുൾ ചെക്കിംഗ് ആണ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറി ഇനിയാണ് കബാലിയുള്ള മേഖലയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. മലക്കപ്പാറ റൂട്ട്. ഈ റൂട്ട് പോകുന്ന നേരത്ത് ഒരു പാലത്തിൻ്റെ അടിയിൽ കുറേ ആദിവാസികൾ ടെൻ്റ് അടിച്ച് ചൂണ്ടിട്ട് മീനെ പിടിക്കുന്നൊക്കെ ഏരിയ ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ അങ്ങോട്ടാണ് ചെല്ലുന്നത്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നല്ലൊരു വനയാത്രയാണ്. ചുറ്റിനും ആനകളാണ്. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതായിരിക്കും ഈ ഏരിയ തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ മലക്കപ്പാറ റൂട്ട് എന്ന് പറഞ്ഞാൽ ആനകളുടെ ചെറിയ പുലികളുടെയൊക്കെ ഏരിയയാണ്. എന്തായാലും ശ്രദ്ധിക്കുക. പാലം എത്താറായി, നമുക്ക് നോക്കാം. പിന്നെ ആദിവാസി ഈ ആദിവാസികൾ താമസിക്കുന്ന ഏരിയയാണ്. ആ ഷെഡ് കണ്ട ഇവിടുന്ന് മീനൊക്കെ പിടിച്ചാണ് ഇവർ ജീവിക്കുന്നത്. കബാലി ആനേനെ കാണാനാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ കയറി ഇങ്ങോട്ട് പോകുന്നത്. നിറച്ചും ഇല്ലിയും ആനപ്പിണ്ടോ ഒക്കെയാണ്. എന്തായാലും നമുക്ക് കബാലിനെ കാണാമെന്ന് പറ്റുമെന്ന് നോക്കാം. നേരത്തെ ആദിവാസി ഏരിയകളാണ് ഇവിടെ. എല്ലാവരും പണിക്ക് പോണ തിരക്കിലാണ്. എന്തായാലും നമുക്ക് കബാലിനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും മലക്കപ്പാറ എത്തിയിട്ട് എത്രയൊക്കെ മുമ്പ് കാണാൻ പറ്റുമെന്നാണ് തോന്നണത്. എന്തായാലും നോക്കാം. കബാലി ആന ഇറങ്ങണ മേഖലയാണ്. നിറച്ച് ഇല്ലിയാണ്. വേണ്ട ആനേനെ നോക്കിയിട്ട് അവനിവിടെ ഒന്നും കാണാനില്ല. എന്തായാലും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കണത്. വേണ്ട ഇല്ലിയുടെ ആന പോണ വഴിയാണ് മൊത്തം. പിടിയാനയാണ്, പിടിയാന. ഇതാണ് രണ്ടാന കണ്ടുണ്ട്. അപ്പുറത്തും പിടിയാന തന്നെ. അല്ല മൂന്നാളുണ്ട്. ഒക്കെ ചെറുതാണ്. വേണ്ട കുട്ടിയാന ഒക്കെ പിടിയാനകളാണ്. വാഴച്ചാലിൽ നിന്ന് നേരെ മലക്കപ്പാറ പോണ റൂട്ടാണ്. ആനയാണ്, പിടിയാന കുറേ ഉണ്ട്. 10 എണ്ണം അങ്ങോട്ട് ഉണ്ട് നിലവിൽ. വേണ്ട ഒക്കെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ആനേനെ കണ്ടില്ല എന്ന് വേണ്ട. ഇത് വേണ്ട ഇടിയാനകളാണ്. ഇത് വേണ്ട ആന ഓടിച്ചിട്ട് അപ്പം അത് കാരണം നിർത്തണേണ്. ഞങ്ങളങ്ങനെ മലക്കപ്പാറയിലെത്തി. ആൾസഞ്ചാരമുള്ള ഏരിയയിലാണ് എത്തിയേക്കണത്. കാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോന്ന്. ഇപ്പം ഈ മേഖലയിലൊക്കെ ആൾക്കാരുള്ളതാണ്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളാണ് മൊത്തം. ചെക്ക് പോസ്റ്റ് വരാൻ തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ തേയിലത്തോട്ടം കണ്ട് നമുക്ക് നേരെ ചെക്ക് പോസ്റ്റിലോട്ട് പോകാം. നല്ല യാത്രയാണ്. 2 ആനകളെ 14 കണ്ട്. പക്ഷെ കബാലീനെ കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഈ ചെക്ക് പോസ്റ്റിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കബാലീനെ പിടിക്കാം. എന്തായാലും ചെക്ക് പോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇത് കേരള തമിഴ്നാട് ബോർഡറാണ് മലക്കപ്പാറ. ഇവിടെ മലക്കപ്പാറേൻ്റെ ചെക്ക് പോസ്റ്റാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. വെൽക്കം ടു തമിഴ്നാട് എന്നാണ് അപ്പുറത്ത് എഴുതി വെച്ചത്. ഇത് വേണ്ട വാൽപ്പാറ പൊള്ളാച്ചി ആ റൂട്ട്, പിന്നെ ഊട്ടി കൊടൈക്കനാൽ റൂട്ട്.
ഇപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായല്ല ട്രാവലർ വീണത്. അത് വാൽപ്പാറ റൂട്ടാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം 25 കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറ എത്തണ്ട. ചുരം കയറുമ്പോൾ തന്നെ 13ാം വളവിലാണത്. അപ്പോൾ ഞങ്ങൾ കപാലീനെ കാണാൻ വന്നിട്ട് കണ്ടില്ല. ഇനി തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റുമോ അറിഞ്ഞൂടാ. KSRTC ഇവിടം വരെ ഉള്ളൂ, മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്, കേരള ചെക്ക് പോസ്റ്റിൻ്റെ അവിടം വരെ. അവർ റിട്ടേൺ പോണേന്, നമ്മളും റിട്ടേൺ പോണേന്. മൊത്തം തേയിലത്തോട്ടങ്ങളാണ്.